താങ്കൾ എങ്ങനെ ഇങ്ങനെ ഒരു സ്ത്രീ വിരോധിയായി? സ്ത്രീ വിരോധിയായിട്ടില്ല, അത് തെറ്റാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ സ്ത്രീകളൊക്കെ ഇല്ലേ, സ്ത്രീകളുണ്ട്. പക്ഷേ ഞാൻ ഡൈവേഴ്സാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലൊരു കുടുംബജീവിതം ആഗ്രഹിച്ച ആളാണ്. എൻ്റെ ഫാമിലിയിൽ തന്നെ ഡൈവേഴ്സ് ആവുന്ന ഏക വ്യക്തി ഞാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ. കാര്യം ഇത്രയും നല്ല മനോഹരമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ച ഒരാളിന് അത് എന്താ പറയുക, ഒരു പെൺകുട്ടിയിൽ നിന്ന് ഒരു നല്ലൊരു ജീവിതമൊന്നും കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു ഉണ്ടാവാം. പിന്നീട് ആ പെൺകുട്ടി പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ, വനിതാ സെല്ല്, വനിതാ കമ്മീഷൻ, ഫാമിലി കോർട്ട്, ഇങ്ങനെ പലയിടത്തും കയറി ഇറങ്ങിയപ്പോൾ എൻ്റെ കഴിവ് വെച്ച് ഞാനവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ വിജയിച്ചു പോയി. കുട്ടികൾ വരെ എൻ്റെ കൂടെ വരാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ അതിൽ വെച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അവിടെയൊക്കെ പോസിറ്റീവായിട്ട് എനിക്ക് വന്നതുകൊണ്ടും വലിയൊരു വിഭാഗം ജനങ്ങൾ, പുരുഷന്മാർ കരഞ്ഞുകൊണ്ട് നിവൃത്തിയില്ലാതെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന്. പക്ഷേ അന്ന് എനിക്ക് അവർക്ക് വേണ്ടി ഇടപെടാൻ പറ്റിയിട്ടില്ല. കാര്യം ഞാൻ എൻ്റേതായിട്ടുള്ള എന്താ പറയുക, നമുക്കൊരു രക്ഷ കണ്ടെത്തുക. നമ്മൾ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലായാലും തല്ലുകൊള്ളാതെ ഇറങ്ങി പോവുക. ഇന്നത്തെ കാലമല്ല, അന്ന് പിടിച്ചു കഴിയുന്ന തല്ലാണ്. അപ്പോൾ അത് ഇല്ലാതെ ഒഴിവായി പോവുക എന്നുള്ള രീതിയിലാണ് എൻ്റെ അന്നത്തെ കാഴ്ചപ്പാട്. പക്ഷേ ഇവരെയൊക്കെ രക്ഷിക്കണമെന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കിയതും പിന്നീട് പലരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് നീതി ഉറപ്പാക്കി കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടി വിജയിക്കുന്നുണ്ട്. കാര്യങ്ങൾ നല്ലവണ്ണം പോകുന്നു സംഘടന.